എന്താണ് സംശയം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ചതെന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ, അള്ളാഹു നിന്നെ കാത്തുരക്ഷിച്ചു റഹ്മാ. ആ വന്നിരുന്നത് ഇബ്ലീസാണ്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടനട്ടങ്ങളുടെ നടുവില് ത്യാഗത്തോടെ നീ നടന്നു പോകുമ്പോ നിന്നെ വഴിപടപ്പിക്കാൻ ഇബ്ലീസ് കോലം മാറി വന്നതാണ്. ആ സമയത്തെങ്ങാനും നീ അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു റഹ്മാ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാരകമായ രോഗം ബാധിക്കുകയാണ്. കുട്ടികൾ ഓരോരുത്തരായി മറന്നു പോവുകയാണ്. ആയിരക്കണക്കിന് വ്യാജസിദ്ധന്മാരുടെ പർണശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബ്ലീസിന്റെ പൈശാചികതയുടെ 1000 അവതാരങ്ങൾ വരുമ്പോ അവിടെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ഏതവതാരങ്ങളാണെന്നറിയുമോ? മനുഷ്യദൈവാവതാരങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവല്ലേ നിന്നോട് പറഞ്ഞത്, എടാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാമടാ. 5 വഖത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിലൊന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാതെ മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് ഹീലിംഗ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അതിജീവനകലയുടെ ആയോധനാകല പഠിക്കുന്ന ആയിരക്കണക്കിന് വ്യാജാവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് ബ്രീത്ത് ചെയ്യുന്ന, ഒരു നേരം അത്തഹിയാത്തിലിരിക്കാൻ നിനക്ക് മനസ്സില്ല, ഒരു നേരം ഖുർആനോദാൻ നിനക്ക് മനസ്സില്ല. മനുഷ്യാവതാരങ്ങളുടെ മുമ്പിൽ ഏത് മനുഷ്യാവതാരമാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സിട്ടികളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്നിരമ്പി ഒന്ന് ആത്തു വന്നപ്പോ ആത്തുവരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം ആശ്രമത്തിന്റെ 8ാം നിലയിലെ കോടിക്കേറിയ അവതാരങ്ങള്, എന്റെ സഹോദരങ്ങളെ, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി കടന്നുപോയാ, അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പോയാ, അഖില സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അടിയറ വെച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, സഹോദരി, റഹിമാ ബീവിയുടെ മുമ്പിലും നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കച്ചവടം നല്ല ലാഭത്തിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത്. മക്കള് മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ്. ആ സമയത്ത് ഹൃദയമൊന്ന് തകർന്നു പോകുമ്പോ പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകരുത്. ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ട ബീവി റഹ്മാ റളിയല്ലാഹു തആല അൻഹാ. ഇവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് ഇവിടെയാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെ ഈ രോഗം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ കേൾക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത്? യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റഹ്മാ ബീവി റളിയല്ലാഹു തആല ഇത് പറഞ്ഞപ്പോൾ അയ്യൂബ് നബിക്കും വലിയ വിഷമമായി. പടച്ചോനെ, എന്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ എന്റെ റഹ്മാ പോയി അവിടെ ക്യൂവിൽ നിന്നത്, അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത്. എങ്കിലും ഞാൻ ദേഷ്യം വന്നപ്പോൾ അവളെ 100 അടി അടിക്കൂന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സത്യം ചെയ്ത് പറഞ്ഞതല്ലേ, 100 അടി അടിക്കൂന്ന് പറഞ്ഞല്ലേ, അടിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യും? പഠിക്കും സഹോദരങ്ങളെ. ഖുർആൻ ഓദീൻ ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ളൊരു ഗ്രന്ഥവേദാവുള്ളത്. എൻ്റെ പൊന്നു പെങ്ങളെ, വ്യാഴാഴ്ച രാവിലെ മുബാറക്കായിട്ട് ലോറിക്കാരൻ നോബിളിന്റെ കഥ വായിക്കണോ? മംഗളോ മനം വായിക്കണോ? അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഖുർആനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അള്ളാഹുടെ ഖുർആൻ ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ? എന്തേ നിങ്ങൾക്കതിന് കഴിയാത്തത്? ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത്? മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ? അയ്യോ, മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവൾ ഏറ്റവും അവസാനം നോവൽ വായിക്കും. മേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവള് കയറെടുത്തു, മച്ചിന്റെ മുകളിൽ കയറി, കയറിൽ കുരുക്കിട്ടു. കഴുത്തിലേക്കിടാൻ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു. ഇല്ല, അവൾ ഉറച്ചു, ഞാൻ ഇനി ജീവിക്കുന്നില്ല. കയറിൽ കുരുക്കിട്ടു, കഴുത്തിലേക്ക് കുരുക്ക് കയറ്റിയിട്ടു. താഴേക്ക് ചാടാൻ അവൾ ഒരു കാല് പൊക്കി തുടരും. സംഭവം തീർന്നു. ഈ ഒരു കാല് പൊങ്ങിയോടുകൂടെ തീർന്നു. തുടരും. ഇത് വായിച്ച നമ്മുടെ താത്താക്ക് എന്തില്ല, പിന്നെ ഉറക്കമില്ല.
രാത്രി ഭർത്താവ് വരുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു. മേരിക്കുട്ടിയുടെ വഫാത്ത് കഴിഞ്ഞോ 3-ാം പാത്തി കഴിഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? എന്തോ ഉറക്കം വരുന്നില്ല. പാവം ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലെ മുസ്ലിയാർ എഴുന്നേറ്റ്, പൊന്നു ഉസ്താദ് എൻ്റെ ഭാര്യയ്ക്ക് ഉറക്കമില്ല ഉസ്താദ്, ഒരു നൂല് മന്ത്രിച്ചേരി. ഇവിടെ നൂല് പോയിട്ട് ഇരുമ്പിൻ്റെ തകടി കെട്ടിയിട്ടായി ഉറക്കം വരില്ല. കാരണം എന്താ? ഉറക്കം വീണ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ 4 രൂപ എടുത്തോണ്ട് ഓടും. പോയി മേടിച്ചോണ്ട് വന്ന് നിവർത്തി നോക്കും. ആദ്യം ഇവള് മരിച്ചോന്നറിയണം. എടുക്കുമ്പോൾ താ എഴുതിയിരിക്കുന്നു, മേരിക്കുട്ടി തീരുമാനിച്ചു വേണ്ട, അവള് താഴെ ഇറങ്ങി. ഇത്രയല്ലേ ഉള്ളൂ. എന്നാ എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ എൻ്റെ എല്ലാ അവശതയുടെയും വിവശതയുടെയും ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നീ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായപ്പോ 100 അടി അടിക്കുന്നു ശപഥം ചെയ്തു. അള്ളാഹു പരിഹാരം പറഞ്ഞു. എത്ര സുന്ദരമാ ഖുർആന്റെ ചരിത്രം കേൾക്കാൻ. അള്ളാഹു ഒരു പോംവഴി പറഞ്ഞു, ഒരു തയ്യൂബേ പേടിക്കണ്ട, ഭാര്യ 100 അടി അടിച്ചോ, നീ ശപഥം ചെയ്തല്ലേ, സത്യം ചെയ്തതല്ലേ, നീ ശപഥം ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തോളൂ. ഖുർആൻ സൂറത്ത് സ്വാദ്. ഞാനീ പറയുന്ന ഖുർആനാണ്. ഖുർആൻ സൂറത്ത് സ്വാദ്. وخذ بيدك لغثا فاضرب به ولا تهنث إنا بددناه صابرا. നീ നിന്റെ കൈകൊണ്ട് 100 പുല്ലിന്റെ കതിരുകൾ വെട്ടിയെടുക്കുക. ആ 100 പുല്ലുകൾ ചേർത്ത് വെച്ചിട്ടൊരു കെട്ടാക്കുക. ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കയ്യൂബേ, എന്നാൽ നിന്റെ ശപഥത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹ് പറഞ്ഞു, അയ്യൂബേ വഖുദ് ബിയദിക ലഗത, അയ്യൂബേ നീ നിന്റെ കൈ കൊണ്ടുപോയി 100 പുല്ല്, ഇതെന്താ പറയും, പോച്ചെന്ന് പറയോ, പില്ലെന്ന് പറയോ, പുല്ലെന്ന് പറയോ, എന്താ പറയും, പുല്ല്, പോച്ച, വഫീ റിവായത്തുൻ ഉഖറ പോച്ച, പല സൈസ് പലത് പറയേതല്ലോ ആട്ടെ. പോച്ചെന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്താണ്. ഇവിടെ പുല്ലെന്ന് ഒറ്റ കതിര്, പുൽക്കതിര് എന്തേലും ആകട്ടെ. പേടിയാ പറയാൻ, അതുകൊണ്ടാണ് ഈ ചോദിച്ചിട്ട് പറയണ, പേടിയാണ് പറയാൻ, അതുകൊണ്ടാണ്. ഓരോരുത്തടുത്ത് ഓരോ പ്രശ്നങ്ങളാണ്. പള്ളിയിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഒക്കെ ഇരിക്കുന്നു, വാള് പറയുന്നു, പ്രസിഡന്റും ഉണ്ട്. ഊളന്റെ കഥ പറഞ്ഞു, ആളുകൾ മുഴുവൻ തലതല്ലിച്ചിരി. ഊളന് ഞാൻ പറയേണ്ട താമസം ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഭയങ്കര ചിരി, തലതല്ലിച്ചിരി. ഞാൻ പെട്ടുപോയി. പടച്ചോനെ ഇപ്പൊ എന്താ ഇപ്പൊ കഥ, ഇങ്ങനെ ചിരിക്കാൻ കാര്യം എന്താ? നാട്ടുകാർ മുഴുവൻ, എനിക്കറിയില്ല. ഞാൻ പിന്നെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ മുണ്ട കൊടുത്തിട്ട് തന്നെ ഇരിപ്പുണ്ട്. പ്രസംഗത്തിനിടയിൽ ഇപ്പൊ അതെല്ലെങ്ങാനും അറിയാൻ പാടില്ലാണ്ടാണ് ഒന്നുമില്ല. എല്ലാം പ്രസിഡന്റാണ് ചമ്മി അടിച്ചവിടെ ഇരിക്കുന്നത്. എല്ലാം കഴിഞ്ഞറിയുമ്പോൾ ഞാൻ പള്ളിയിലെ ഖത്തീബിനോട് ഊളെന്ന് പറയുമ്പോൾ ഇത് മാത്രം ചിരിക്കാൻ കാര്യം എന്താ? അപ്പോൾ ഒരു പൊന്നുസ്താദ്, അപ്പൊ അവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ ഇരട്ടപ്പേര് ഊളന്നാ. എനിക്കറിയാം സംഭവം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ടാവും. ഇവിടെ പറയുന്ന ഭാഷയല്ല വേറെടുത്ത ഭാഷ. തിരുവനന്തപുരം ഭാഗത്ത് പോച്ചെന്ന് പറയും. അവരുടെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ഭാഷയാണ്. എന്തരടെ അപ്പി സുഖങ്ങളൊക്കെ തന്നെ, വെള്ളങ്ങളൊക്കെ കുടിച്ചാടെ, എല്ലാം ബഹുവചനമാണ്. ഞാൻ പൂന്തറയൊക്കെ ഓതുമ്പോൾ അവധി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം നൽകുന്ന വീട്ടില് അവരൊക്കെ ചോദിക്കും, അപ്പി സുഖങ്ങളൊക്കെ തന്നെ, നാട്ടില് എല്ലാം ബഹുവചനമാണ്, അത് സഹിക്കാം. പിന്നെ വീണ്ടും ചോദിക്കും, നാട്ടിൽ വാപ്പാമാർക്കൊക്കെ സുഖം തന്നെയുടെ. ഭാഷയിലുണ്ടാകുന്ന വളരെ ഗൗരവതരമായ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണേന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്നാലും അവർക്കൊരു ഗുണവും കൂടിയുണ്ട്. എത്ര വലിയവനാണെങ്കിലും അപ്പീന്ന് വിളിക്കൂ, നല്ല സ്നേഹമുള്ള വിളിയാണ്. പക്ഷെ തൃശ്ശൂർ നിങ്ങൾ ചെന്ന് നോക്ക്, അവര് ചോദിക്കണ കേട്ടാ നമുക്ക് വലിയ പേടി തോന്നും. ഒരു തൃശ്ശൂരുകാരൻ നമ്മളിവിടെ നിൽക്കുക, എന്തേ, അവര് ചോദിക്കണ വിളിക്കൊരു അകലമുണ്ട്. നമ്മളെന്താന്നല്ലേ. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു അടുത്തോട് എന്താ അപ്പി, എന്തിരുടെ അപ്പി എന്ന് ചോദിക്കും. അതിനൊരു വാത്സല്യമുണ്ട്, അതിന് ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പി എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ പെണ്ണ് കൊണ്ടുപോയി ചായ ഒക്കെ കുടിച്ചു. ചെറുക്കനും കൂട്ടരും മലബാറുകാരാണ്. അപ്പൊ പെണ്ണിന്റെ ഉമ്മ വാതിലിൽ ചാരി എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പി ഇട്ട ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുടിച്ചവർ മുഴുവൻ ഛർദ്ദിച്ചു. മലബാർ അപ്പി എന്ന് പറഞ്ഞാൽ സാധനന്റെ സെപ്റ്റപ്പ് ടാങ്കിൽ പോണതാണ്. കുടിച്ചവർ മുഴുവൻ അതേപടി ഛർദ്ദിച്ചു. ഇതിന് ഞാൻ ഖുർആന്റെ പരിഹാരം പറയട്ടെ. അള്ളാഹ് പറയുന്നു, ഈ ഭാഷയിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി? വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും. നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ഭാഷയിലും വ്യത്യാസമുണ്ടായത് അള്ളാഹുടെ വലിയ കുദറത്താണെന്ന് ഖുർആൻ മറുപടി പറയുന്നു. ഈ കേരളത്തിൽ താമസിച്ചോ മലയാളം പറയണം, തമിഴ്നാട്ടിൽ ചെന്നാൽ അതൊക്കെ മാറും, തമിഴായി.
ഉത്തർപ്രദേശിൽ പോയാൽ പിന്നെ ഉറുദുവായി. ഇതാര് തീരുമാനിച്ചു ഇങ്ങനെ സംസാരിക്കണമെന്ന് ഓരോരുത്തർ? അള്ളാഹു പറയുന്നു അത് അള്ളാഹുവിന്റെ കുദറത്താണ്. അപ്പൊ 300 പുല്ല് വെട്ടിയെടുക്കുക, എട്ടിട്ട് ആ 100 എണ്ണം വെച്ചിട്ട് ഈ ചൂല് മാതിരി ഒന്ന് കെട്ടുക, കെട്ടിയിട്ട് ആ 100 പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് ഭാര്യയെ ഒന്നടിക്കുക. അപ്പൊ എത്ര അടിയായി? 100 അടിയായില്ലേ? അള്ളാഹു നല്ല ഒരു സജഷനും പറഞ്ഞു കൊടുത്തു. പൊന്നു സഹോദരിമാരെ, ഇത് ഖുർആനല്ലേ? ഇത്ര നല്ല ഒരു സംഭവം നിങ്ങൾക്ക് എന്തേ ഖുർആൻ ഓതിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്? അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജീവിക്കുമ്പോൾ തൗഹീദ് പഠിക്കുകയും അയ്യൂബ് നബിയോട് ഒരിക്കലും റഹ്മാ ബീവി ചോദിച്ചു അത്ര, അയ്യൂബ് നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ വലിയ പ്രവാചകനല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ഇത്രത്തോളം പരീക്ഷണം തരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞുകൂടെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ? അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുമല്ലോ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നോ, റഹ്മാ, എന്തിനാണ് ഞാൻ അള്ളാഹുവിനോട് എന്നെ പരിഭവവും പരാതിയും പറയുന്നത്? നീണ്ട 80 വർഷം അള്ളാഹു എനിക്ക് ആവോളം സുഖം കോരി വാരി തന്നില്ലേ? ഇനി 80 വർഷം അതിന് പകരം അള്ളാഹു എന്നെ ദുഃഖിപ്പിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ എന്തിനാ അള്ളാഹുവിനോട് പരിഭവം പറയുന്നത്? അയ്യൂബ് നബി ചോദിച്ചു ഭാര്യയോട്, 80 വർഷം അവൻ എനിക്ക് നന്നായിട്ട് സുഖവും അനുഗ്രഹവും വാരിക്കോരി തന്നില്ലേ? ഇനി അതിന് പകരം 80 വർഷം അവൻ എനിക്ക് പരീക്ഷണം തന്നോട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിനോട് പറയാൻ ഒരു പരാതിയുമില്ല എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറയോ സഹോദരങ്ങളെ? നമ്മൾ പറയോ നമുക്കെല്ലാം കിട്ടി ഒരു നേരം പിടച്ചു പോയാ നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ഇത്രയും നാൾ അള്ളാഹു തന്നതിനെ കുറിച്ച് ഓർക്കൂല. നന്ദി കെട്ടവൻ. ഒരു മനുഷ്യൻ തലവേദനയാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് വരുന്നു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വഴി വെച്ച് കണ്ടു. എന്തു പറ്റി? തലവേദനയാണ്. റാബിയത്തുൽ അദവി വിളിച്ചട, നന്ദി കെട്ടവനെ, ഇത്രയും നാൾ നിന്റെ തലയ്ക്ക് ഒരു വേദനയും ഇല്ലാതിരുന്നിട്ട് എന്റെ തലയ്ക്ക് വേദനയേ ഇല്ല എന്ന് ലോകത്തോട് പറയാൻ നിനക്കൊരു അടയാളം വെക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഒരു നേരം തലയ്ക്ക് വേദന വന്നപ്പോൾ അല്ല എനിക്ക് തലവേദന തന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അടയാളവും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന നന്ദി കെട്ടവനെ എന്ന് ചോദിച്ചു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് വേവലാതി, കിട്ടിയതിനെ കുറിച്ച് നമുക്കൊരു വലിപ്പവും ഉണ്ടാകാറില്ല. അവസാനം ഇത്രയേറെ മാരകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്തത്? നിത്യജീവിതത്തിന്റെ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ അന്നീ മസ്സനിയൽ ളുർറു, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കൊരു വല്ലാത്ത വിപത്ത് വന്ന് പെട്ടുപോയി തമ്പുരാനെ. അല്ലാഹുവേ വഅന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നീയാണെങ്കിലോ നിന്റെ അടിമകളോട് ഏറ്റവും കനിവുള്ളവനാണല്ലോ തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അള്ളാഹു പഠിപ്പിക്കുക. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അയ്യൂബ് നബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ അന്നീ മസ്സനിയൽ ളുർറു, ഞാനൊരു വലിയ വിഷമത്തിലാണ്, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകൂല അല്ലാഹുവേ. നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ചില ദുആ അല്ലാഹുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ, പടച്ചോനെ എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ വലിയ കരുണയുള്ളവനാണ് അല്ലാഹുവേ, മാറ്റി തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ? പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ 4 നിലവിളിയും ബഹളം. അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അല്ലാഹു പറഞ്ഞതെന്താ? ادعوا ربكم تضرعا وخفيا دون الجهر من القول بالغدو والآصال ولا تكن من الغافلين. ادعوا ربكم تضرعا وخفيا, നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ ഖൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ
പടച്ചതമ്പുരാനെ നീ കരുണയുള്ളവനാണല്ലോ അല്ലാ. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹനെ ഓർക്കണം, അള്ളാഹനെ ഓർക്കണം. അള്ളാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ, എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ, അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ ഉറുഖുലു ബിരിജ്ലികാ. സൂറത്ത് സ്വാദിൽ കാണാം. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലും മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിലും മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന്റെ നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയാൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരിത്ത് നിർഗളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അള്ളാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്കയ്യൂബേ. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിൽ ഒന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരിത്ത് നിർഗളിച്ചു. 2 നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാൻ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉറുഖുലു ബിരിജ്ലികാ. നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ? ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചു അത്രേ. അള്ളാന്റെ ഖുർആനാണ്, ഖുർആനാണ്. അല്ലാഹുവേ, അല്ലാഹുവേ മാരകമായ രോഗം മാറാൻ പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹാദാ മുഗ്തസലുൻ ബാരിദും വശറാബ്. ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദറത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അല്ലാഹു പറഞ്ഞു, പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു ജറാദം മിനദ്ദഹബി. അല്ലാഹു സ്വർണ്ണത്തിന്റെ വെട്ടുകിളി ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നടുവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ്. മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂദ് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് ദിട്ടാന്ന് ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത്? എന്താ? ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്. സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക, പക്ഷേ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ വഫാറ തന്നൂർ പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും മുക്കിക്കളയാണ് ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധ ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
നിന്റെ ജീവിതത്തിന്റെ സർവ്വപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാനെ മറന്നുപോയതെന്താ? റബ്ബിനെ മറന്നുപോയതെന്താ? അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിഫ കൊടുത്ത റബ്ബിനെ മറന്നുപോയതെന്താ? എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാൻ കഴിയാത്തത്. 120-ാമത്തെ വയസ്സിലല്ലേ സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. 98-ാമത്തെ വയസ്സിലല്ലേ അസാബിന്ത് ഫാക്കൂദ് ഗർഭം ധരിച്ചത്. 120 വയസ്സുള്ള സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ, ലോകത്താർക്കാണ് അതിന് പകരം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? അള്ളാഹു ഒരാൾ പ്രസവിക്കണ്ടാണ് തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഗ്ബു ലിമൻ യശാഉ ഇനാഥാ വയഗ്ബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു പറഞ്ഞു, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ നൽകും, ചിലവർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ യുസവ്വിജുകും ദുക്റാനം വ ഇനാഥാ. ചിലർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. നാലാമത് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വയജഅലു മൻ യശാഉ അഖീമാ. ഉദ്ദേശിക്കുന്ന ചിലരെ ഞാൻ പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കി മാറ്റിക്കളഞ്ഞേക്കാം, മലടികളായി ഞാൻ ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞേക്കാം. ആർക്കാണ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? പാത്തുവൈൻഡർ സോജേണറും ചന്തടിലേക്ക് പോകട്ടെ, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് റബ്ബ് ചോദിക്കുമ്പോ 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ കൃത്രിമമായിട്ടൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുമ്പോ ആർക്കാ ആ മനുഷ്യ ശരീരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മുളപ്പിക്കാൻ കഴിയുക? അല്ല കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച, പക്ഷെ അള്ളാഹുടെ ഖുർആൻ പറയുന്നു 120-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ഇല്ലേ? പെണ്ണ് പ്രസവിച്ചില്ലേ? അയ്യോ, ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് വയസ്സെത്ര? 120. റബ്ബിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാ പറ്റുക? ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക, ഒരു മനുഷ്യരുണ്ടാക്കുക ഒരു പാടുമില്ല. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ മനുഷ്യന്റെ ശരീരമായി. ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവയല്ല പറഞ്ഞത്, അന്തം വിട്ടേക്ക് അതിന്റെ കുക്കറി ഷോയ. 10 ഗ്യാലൻ വെള്ളം, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ ആ ശരീരത്തെ വെളിയിൽ വെച്ച് വെറുതെ അനങ്ങാത്തൊരു ബോഡി ഉണ്ടാക്കാന്നല്ലാതെ ആ മനുഷ്യ ശരീരത്തെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു പുരുഷന്റെ ഇന്ദ്രിയം മാതാവിന്റെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 മില്ലിലിറ്റർ വ്യാപ്തിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന അണ്ടാശയത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രവിക്കുമ്പോൾ 20 കോടി ബീജങ്ങളാണ് ഒരു ചെറിയ ഞരമ്പിലൂടെ കടന്നു പോകുന്നത്, ഒരു ചെറിയ ഇരുട്ടറയിലൂടെ. ആ 20 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, ആ കോശം ഒരു മൊട്ടുസൂചിയുടെ മൊനമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ 4 മില്ലിലിറ്റർ പോലും വ്യാപ്തിയില്ലാത്തൊരു ചെറിയ ഇരുട്ടറയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് ബാക്കി 19,99,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് അത് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ആ മാതാവിന്റെ ഉള്ളിൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബീജം, ഈ കോശം വിഭജിച്ച് ആ വിഭജിച്ച കോശം ഒരു ഭ്രൂണമായി വളർന്ന് അത് വളരുമ്പോൾ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് സൂര്യപ്രകാശം നേരിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിലടിച്ചിട്ട് ക്യാൻസർ വരാതിരിക്കാൻ അതിനെ 3 സഞ്ചി കൊണ്ട് പൊതിഞ്ഞ് ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ എന്നു പേരുള്ള 3 സഞ്ചി യഖ്ലുഖുക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. ഖുർആൻ പറഞ്ഞു 3 ആവരണം
ആവരണമുണ്ട് ഗർഭാശയത്തിന്റെ ഉള്ളിൽ. അങ്ങനെ 3 ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിന്റെ ഗർഭാശയത്തെ 9 മാസവും 10 ദിവസവും പ്രായമായി കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വ്യാപ്തി വലുതാക്കി, കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തെ വലുതാക്കി അവസാനം 9 മാസവും 10 ദിവസവും ആയി കഴിയുമ്പോൾ അവന്റെ എല്ലുകൾ മുഴുവനും താഴേക്ക് ഉമ്മയുടെ ഗർഭാശയത്ത് വെളിയിലോട്ട് വരാൻ വേണ്ടി തലയോട്ടിയുടെ എല്ല് ഒന്നിന്റെ മുകളിലേക്ക് ഒന്നായിട്ട് നിരങ്ങിക്കയറി അവന്റെ തല സ്വയമേ ചെറുതായി മാതാവിന്റെ ഗർഭാശയത്തിൽ വെളിയിലോട്ട് വരുന്ന ഒരു കുഞ്ഞിന് ഇത്രയും വലിയ ജീവിതത്തിന്റെ സങ്കീർണമായ പാതകളിലൂടെ കൊണ്ടുപോകുന്ന തമ്പുരാനാരാ? അല്ലാഹ്ക്കല്ലാതെ ലോകത്താർക്ക കഴിയും? ഖുർആനാണ് ഈ പറഞ്ഞത്. എനിക്ക് സമയമില്ലല്ലേ ഞാൻ പറയാറ്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ ഉമ്മാന്റെ ഗർഭാശയത്തേക്ക് കിടക്കുമ്പോൾ മോനെ, നിന്റെ ഉമ്മ ചിലപ്പോൾ നിന്നെ ഈ ടവലിലെടുത്ത് പൊതിഞ്ഞു വെക്കൂലോ, ഒറ്റ ടവലില്ല, അള്ള പൊതിഞ്ഞു വെച്ച 3 ടവലില്ല. എന്നിട്ടും പൊന്നു മോനെ, അള്ളഹാനോട് നീ നന്ദികേട് കാണിച്ചല്ലോടാ. അള്ളഹാനോടൊരു നന്ദിയില്ലല്ലോ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറ. ആംനിയോൺ, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, ചോദിക്കുക ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ, ഈ 3 ആവരണം ഒന്നുകൊണ്ട് പൊതിഞ്ഞാലും പറ്റൂല. അള്ളാഹ് രണ്ടാമത് ഒരു തുണിയും കൊണ്ടുകൊണ്ട് നമ്മളെ പൊതിഞ്ഞു, 3ാമതും പൊതിഞ്ഞു സുരക്ഷിതമാക്കി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നീ വെളി വന്നിട്ട് എന്തടാ ഒരു 5 വക്കത്ത് നിസ്കരിക്കാത്തത്? നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവനാരാ? എന്നിട്ട് നിനക്ക് പടച്ചോ എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവനെല്ലാം വാരി കോരി കൊടുത്തു. അള്ള പറഞ്ഞു, നീ എന്നെ ഓർക്ക്, ഞാൻ നിന്നെ ഓർക്കാം. അയ്യൂബ് നബി ദുഃഖം വന്നപ്പോഴും ഓർത്തു. അയ്യൂബ് നബിയുടെ രോഗം എന്താ? നിങ്ങൾ ഈ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് കോഴി ഇരിക്കണമാതിരി ഇരിക്കണം, ഒരു അനക്കമില്ലാത്ത എന്താ? അയ്യൂബ് നബിയുടെ രോഗം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങളിരുന്ന് ഉറങ്ങും. മണി 12 അതുകൊണ്ടായി ഇടയ്ക്ക് ചോദിക്കണം, ഒന്നൊന്ന് ഉസാറാവട്ടെ. അടക്കമായ മലബാറി പറഞ്ഞ ഒന്ന് ഉസാറാവട്ടെ. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. നിങ്ങൾ അപ്പം എന്നോട് പറയാം, എൻ്റെ പൊന്നുസ്താദെ, ഞാൻ പെട്ടിരിക്കണ കെണിയുണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെയൊന്നും ദിക്റ് ചെല്ലാലൊന്നും മാറൂല, ദുആ ചെയ്താലും മാറൂല, അത്രയ്ക്ക് വലിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറുപടിയും. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കെണിയിൽപ്പെട്ട പോയ ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കേക്കിൻ ഖുർആൻ. നിങ്ങൾ എവിടെയാ റബ്ബിനെ മാറ്റി നിർത്തുന്നത്? അള്ളാഹിനെ ഏത് കാര്യത്തിലാണ് മാറ്റി നിർത്തുന്നത്? ഈ കാര്യം അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കിയേ പറ്റൂ. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കി പറ്റും. ഏതോടെ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ്. ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ് അരേ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കല്ലേ, 40 ദിവസം കെട്ടിയ. അല്ല കാത്തു, ഞാനൊത്ത് ജപ്പാൻ ഇതിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, അള്ളയാണ് പറയുന്നത്. കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലിസിയ ഇന്റർനെറ്റിൽ പരസ്യം കണ്ടില്ലേ? വാങ്ങിച്ചു കെട്ടിയ 40 ദിവസം കെട്ടിയാൽ കോടിപതിയാവും. എന്നാ പിന്നെ അയാൾ ആദ്യം കെട്ടിയാൽ പോരായിരുന്നു, ഇത് വിൽക്കാൻ നടക്കണോ? ഇവിടെ പകയാ നിനക്ക് ഒന്ന് ചിന്തിച്ചു പോരെ. അയാൾ ഇത് കെട്ടിയിട്ട് 40 ദിവസം നടന്ന് അവൻ കോടിപതിയാവില്ല, പിന്നെ അയാൾ ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. പോലീസ് കേസായി, എന്തൊക്കെ പുലിവാലായി, പോലീസും പിടിച്ച്. ഇത് അവസാനം പണ്ടാരോ പറഞ്ഞാൽ, ഉത്സവ പറമ്പിൽ പറഞ്ഞാൽ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പെടലിക്ക് എന്ന് പറഞ്ഞ മാതിരിയായി. എന്നാ പിന്നെ ആദ്യം അവർക്ക് ചെയ്താൽ പോരെ? എത്ര പേരാ ചെയ്തത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, 5 വക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. അള്ളയൊക്കെ ഉണ്ട് ഉസ്താദെ, ഖുർആനാ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു. എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് സർവ്വ ഐശ്വര്യം വരികയും ചെയ്യണം, എന്റെ രോഗം മാറുകയും ചെയ്യണം. അതങ്ങ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ നടക്കൂല. അള്ളാഹു പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അള്ളാഹുവിനെ അള്ള തന്നെ പരിചയപ്പെടുത്തി തരിക. ഏത് വിഷയത്തിലാണ് നിനക്ക് റബ്ബിനെ മാറ്റി നിർത്തേണ്ടത്? നിങ്ങൾ പറയൂ ഉസ്താദെ, ഞാൻ പെട്ടിരിക്കുന്ന വിഷയം, അത് രക്ഷപ്പെടാൻ പറ്റൂല. രക്ഷപ്പെടാൻ വേണ്ടി 1000 സാധ്യത പോലുമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം പറയുന്നു വിശുദ്ധ ഖുർആൻ. അതുകൂടി പറഞ്ഞിട്ട് പറയാം. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. പ്രസവിക്കാൻ സമയത്ത് ഒരു മനുഷ്യനുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹു പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരാ പറഞ്ഞത്? അള്ളയാ പറഞ്ഞത്. പക്ഷെ ആരാവണം? അള്ളാന്റെ അടിമയാകണം. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദീഗർ മസറാപ്പ ഇന്തിസാറോ മുന്തസർ. അള്ളാടെ അടിമയാകണം, വേറെ ആരുടെ അടിമയായാ പോരാ. നമ്മൾ ഇന്ന് പലതിന്റെയും അടിമയാണ്. കേക്കീൻ, സമയം വളരെ സമയമായോ? നിർത്താൻ സമയമായ ഇല്ല? കൊള്ളാം.
നല്ല സ്നേഹമുള്ള ആളുകൾ. ഒരു ദിവസമല്ലേ പരമാവധി എന്നെ പിഴിഞ്ഞിട്ട് വിടാൻ. ഈ പാമ്പ് ഈ കൂടെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. അള്ളാഹു പറയുന്നു ഖുർആൻ വരിക സൂറത്ത് യൂനുസ്. അള്ളാഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഖുർആന്റെ സന്ദേശം എത്തിക്കണം മനുഷ്യ മനസ്സുകളിൽ. ഇതിന്റെ സംഘാടകരായി വന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായി മാറണം, ഇതൊരു അഭിനിവേശമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചുരുക്കി പറയാൻ, കഥ പറയൽ, ചരിത്രം പറയൽ എന്റെ വിഷയമല്ല. പക്ഷെ ഖുർആൻ ചരിത്രം പറയുന്ന എന്തിനാ? വെറുതെ അല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഖുർആൻ ചരിത്രം പറയുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യൂനുസ് നബി നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധനം നടത്തുകയാണ്. അവിടെ യൂനുസ് നബി ധാരാളം നാൾ വഅ്ള് പറഞ്ഞു. അവസാനം ഒരു മനുഷ്യൻ പോലും നന്നായില്ല. 40 വർഷം വഅ്ള് പറഞ്ഞു യൂനുസ് നബി, ഒരു മനുഷ്യൻ പോലും നന്നായില്ല, മാറിയില്ല. പിന്നെയല്ലേ ഞാൻ ഒരു ദിവസം ഇവിടെ പറഞ്ഞിട്ട്. യൂനുസ് നബി 40 ദിവസം പറഞ്ഞിട്ട് മാറിയില്ല. അവസാനം യൂനുസ് നബിക്ക് നിരാശയായി. യൂനുസ് നബി ഇനി ഇവന്മാര് നന്നാവൂല എന്ന് പറഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറമുഖത്തെത്തി. കപ്പലിൽ അങ്കൂരമിടുന്ന തുറമുഖം ധാരാളം കേട്ട സംഭവമാണ്, പക്ഷെ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലോട്ട് കയറാൻ തീരുമാനിച്ചു. അള്ളാഹു ഏൽപ്പിച്ച